ഹലോ ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് നാഷണൽ ഇൻകം എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഡിഫറെൻറ്റ് മെത്തഡോളജി ഓഫ് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ആയിരുന്നു. നിങ്ങൾ ആ ക്ലാസ്സസ് എല്ലാം കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്ലാസ്സസ് എല്ലാം കേട്ടതിന് ശേഷം മാത്രമേ ഇനിയുള്ള അങ്ങോട്ടുള്ള ക്ലാസ് കേൾക്കാവുള്ളൂ. കാരണം എന്താണ്, ഈ ക്ലാസ്സസിൻ്റെ ഇടയിൽ നിന്ന് കണ്ടിന്യൂറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയുന്ന കോൺസെപ്റ്റ്സ് എന്ത് ചെയ്യണമെന്നില്ല, അത്ര ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഒരാളും എന്ത് ചെയ്യരുത്, ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്ലാസ് കേൾക്കരുത്. ആ കണ്ടിന്യൂഷനായിട്ട് തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, ക്ലാസ്സസ് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നാഷണൽ ഇൻകം എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് പ്രൊഡക്റ്റ് മെത്തേഡിനെ കുറിച്ചായിരുന്നു അല്ലേ. പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ്. ഈ പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സ്റ്റേജസിലും ആ പ്രൊഡക്റ്റിൽ വാല്യൂ അഡീഷൻ എവിടെ വരുന്നോ അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു കർഷകൻ വീറ്റ് ഉണ്ടാക്കുമ്പോൾ ആ വീറ്റിൻ്റെ രൂപ 100 രൂപയാണെങ്കിൽ ആ 100 രൂപ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നു. പ്ലസ് നമ്മൾ മില്ലിൽ പോയിട്ട് പൊടിക്കുമ്പോൾ 50 രൂപയാണ് ചാർജ് ആയതെങ്കിൽ 50 രൂപ അങ്ങനെ ആഡ് ചെയ്യുന്നു. മില്ല് 50 രൂപയുടെ നാഷണൽ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. ബേക്കറി എന്ത് ചെയ്യുന്നു, അവർ 50 രൂപേൻ്റെ കോൺട്രിബ്യൂഷൻ ആണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ടോട്ടൽ നാഷണൽ ഇൻകം ഫൈനലി ബ്രെഡ് ആകുമ്പോൾ എത്രയായി, 200 രൂപയുടെ പ്രൊഡക്റ്റ് അവരുണ്ടാക്കി. അപ്പം അവസാനം ഒന്നിച്ചെന്ത് ചെയ്യാതെ എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കി എന്നുള്ള വില നോക്കാതെ ഓരോ സ്റ്റേജിലും ഓരോ സെക്ടേഴ്സ് എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അണ്ടർ പ്രൊഡക്റ്റ് മെത്തേഡ്. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, GDP കാൽക്കുലേഷൻ ചെയ്യുമ്പം ഇതെന്താണ് ഞാൻ പറഞ്ഞത്, വാല്യൂ ആഡഡ് മെത്തേഡാണ്. വാല്യൂ ആഡഡ് മെത്തേഡ്, അതിൻ്റെ ഒരു മീനിങ് ആലോചിച്ച് നോക്കിക്കുക. വാല്യൂ എന്ന് പറയുമ്പോൾ വില, ആഡ് ചെയ്യുന്നു. അപ്പം ഓരോ സ്റ്റേജിലും ആ പ്രൊഡക്റ്റിലുള്ള വാല്യൂ അഡീഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് വാല്യൂ ആഡഡ് മെത്തേഡ്. അപ്പം ആ മെത്തേഡിൽ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രോസ് വാല്യൂ ആഡഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മെത്തേഡിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഓരോ സെക്ടേഴ്സിലുള്ള കോൺട്രിബ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50 രൂപ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 100 രൂപ പ്ലസ് 50 രൂപ പ്ലസ് 50 രൂപ, അങ്ങനെ 200 റുപ്പീസ് ആണ് നമ്മൾ ടോട്ടൽ ഇത് വരുന്നത് എന്നെങ്കിൽ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും, ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ അതിനെ വിളിക്കുക. GVA അറ്റ് ഫാക്ടർ കോസ്റ്റ്. എന്തുകൊണ്ടാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയാൻ കാരണം, ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസസ് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസസ്? ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറിൻ്റെ ഉള്ളിലുള്ള വില, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റിൽ, അതായത് നമ്മളെപ്പോലെയുള്ള കൺസ്യൂമേഴ്സ് ആ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ കൊടുക്കുന്ന വിലയല്ലേ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണല്ലോ. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രോസ് വാല്യൂ ആഡഡ് കാണുമ്പോൾ നമ്മൾ എവിടെ വരെയുള്ള പ്രൈസാണ് നോക്കുന്നുള്ളൂ, ഫാക്ടറിൻ്റെ ഉള്ളിലുള്ള പ്രൈസ് മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രോസ് വാല്യൂ ആഡഡ് ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നമുക്ക് ഈ ഗ്രോസ് വാല്യൂ ആഡറിനെ എന്താക്കി മാറ്റണം, ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ബേസിക് പ്രൈസസ് എന്നുള്ളൊരു ഹെഡിങ്ങിലേക്ക് മാറ്റണം. ഓക്കെ, നമുക്ക് കിട്ടിയത് ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, നമുക്കിനി എന്തിലേക്ക് മാറ്റണം, ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ബേസിക് പ്രൈസിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ GVA അറ്റ് ഫാക്ടർ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ ടാക്സ് കൂട്ടണം മൈനസ് പ്രൊഡക്ഷൻ സബ്സിഡി എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഓക്കെ, പ്രൊഡക്ഷൻ ടാക്സ് കൂട്ടണം, പ്രൊഡക്ഷൻ സബ്സിഡി എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രൊഡക്ഷൻ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് GVA അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് പ്രൊഡക്ഷൻ സബ്സിഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ഇതിനകത്ത് എന്ത് ചെയ്യണം, അങ്ങനെ നമ്മൾ ഈ ഫാക്ടർ കോസ്റ്റിനൂടെ പ്രൊഡക്ഷൻ ടാക്സ് കൂട്ടുകയും പ്രൊഡക്ഷൻ സബ്സിഡി കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, GVA അറ്റ് ബേസിക് പ്രൈസ് കിട്ടും. ഇനി ഈ GVA അറ്റ് ബേസിക് പ്രൈസിൽ നിന്ന് നമുക്ക് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ബേസിക് പ്രൈസ്, അതായത് GVA അറ്റ് ബേസിക് പ്രൈസ് പ്ലസ് പ്രൊഡക്റ്റ് ടാക്സ് ആൻഡ് മൈനസ് പ്രൊഡക്റ്റ് എന്താണ്, സബ്സിഡി. പ്രൊഡക്റ്റ് ടാക്സ് കൂട്ടണം, എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് സബ്സിഡി കുറയ്ക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് നോക്കാം എന്താണ്, ഞാനിവിടെ ആദ്യത്തെ ഭാഗം GVA അറ്റ് ബേസിക് പ്രൈസ് ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് കൂട്ടണം, പ്രൊഡക്ഷൻ ടാക്സ് കൂട്ടണം, പ്രൊഡക്ഷൻ സബ്സിഡി എന്ത് ചെയ്യണം, കുറയ്ക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ആ GVA അറ്റ് ബേസിക് പ്രൈസിനെ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ GDP എന്ന് പറയുന്നത് ആക്കണം എന്നുണ്ടെങ്കിൽ അതിലൂടെ എന്ത് കൂട്ടണം, പ്രൊഡക്റ്റ് ടാക്സ് കൂട്ടണം, പ്രൊഡക്റ്റ് സബ്സിഡി എന്ത് ചെയ്യണം, കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് പഠിക്കണം, എന്താണ് പ്രൊഡക്ഷൻ ടാക്സും
പ്രൊഡക്റ്റ് ടാക്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പ്രൊഡക്ഷൻ സബ്സിഡിയും പ്രൊഡക്റ്റ് സബ്സിഡിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കണ്ടേ? എന്നാൽ നമുക്കിനി അത് നോക്കാം അല്ലേ. ഇനി എന്താണ് പ്രൊഡക്ഷനും പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വസ്തുവിലുള്ള ഒരു പ്രൊഡക്റ്റിലുള്ള ടാക്സ്, ആ ടാക്സ് നമ്മൾ എത്രത്തോളം പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാലും അതല്ലെങ്കിൽ വോളിയം ഓഫ് പ്രൊഡക്ഷനിൽ ബന്ധമില്ലാത്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൊഡക്ഷൻ ടാക്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ ടാക്സ് ചുമത്തുമ്പം ഈ ടാക്സും പ്രൊഡക്ഷനും തമ്മിൽ എന്തില്ല, ബന്ധമില്ല. അതായത് നമ്മൾ എത്ര ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ടാക്സ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള ടാക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൊഡക്ഷൻ ടാക്സ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കി പറയാൻ പറ്റും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ടാക്സ്. ഇപ്പോൾ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബിൽഡിംഗ് എടുത്തു. ഓക്കെ, ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ബിൽഡിംഗ് ടാക്സ് വർഷാവർഷം നമ്മൾ പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ നമ്മൾ എന്ത് ചെയ്യണം, ബിൽഡിംഗ് ടാക്സ് അടയ്ക്കണം. ഇതിലെന്താണ് പ്രത്യേകത? ഇനിയിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു അക്കാഡമിയാണെന്ന് വിചാരിക്കുക. ഈ അക്കാഡമിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു റൂം എടുക്കുന്നു, ഒരു ഓഫീസ് എടുക്കുന്നു. ഈ ഓഫീസിന് എന്ത് ചെയ്യണം, ബിൽഡിംഗ് ടാക്സ് കൊടുക്കണം. ഇനി ഞാൻ ഈ ബിൽഡിംഗ് ടാക്സിൽ എന്തില്ല, ഞാൻ എത്ര ഇവിടെ പ്രൊഡക്ഷൻ നടത്തിയാലും, അതായത് ഞാൻ ഇവിടെ 1000 കുട്ടികളെ പഠിപ്പിച്ചാലും ഒരു കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ബിൽഡിംഗ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 100 രൂപയാണ് അല്ലെങ്കിൽ 1000 രൂപയാണ് ഒരു വർഷത്തെ എൻ്റെ ബിൽഡിംഗ് ടാക്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, 1000 രൂപയാണ് എൻ്റെ ഒരു വർഷത്തെ ബിൽഡിംഗ് ടാക്സ് എങ്കിൽ ഞാൻ ഇനി ഇവിടെ 100 കുട്ടികളെ പഠിപ്പിച്ചാലും 1000 കുട്ടികളെ പഠിപ്പിച്ചാലും ഇനി 2000 കുട്ടികളെ പഠിപ്പിച്ചാലും ഇനി ഞാൻ ആരെയും പഠിപ്പിച്ചില്ലെങ്കിലും എൻ്റെ ബിൽഡിംഗ് ടാക്സ് എത്രയാണ്, 1000 രൂപ തന്നെയാണ്. ഓക്കെ, അപ്പം എന്താണ് പ്രൊഡക്ഷൻ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഡക്ഷന്റെ വോളിയവുമായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വോളിയവുമായിട്ട് ബന്ധമില്ലാത്ത ടാക്സ്. ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡഡ് ഓൺ ദി പ്രൊഡക്ഷൻ വോളിയം. പ്രൊഡക്ഷൻ വോളിയം എന്തല്ല, ടാക്സും തമ്മിൽ ഡിപ്പെൻഡഡ് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പ്രൊഡക്ഷൻ ടാക്സിന്റെ ഒരു എക്സാമ്പിൾ താഴെ കമന്റ് ചെയ്യാൻ പറ്റുമോ? വേറൊരു എക്സാമ്പിൾ. ഇപ്പം ഞാൻ ബിൽഡിംഗ് ടാക്സ് പറഞ്ഞു, അവിടെ ഞാൻ പറഞ്ഞു പ്രൊഡക്ഷന്റെ ക്വാണ്ടിറ്റിയുമായിട്ട് എന്തില്ല, ബന്ധമില്ല. എത്ര പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താണ്, നിങ്ങൾക്ക് ടാക്സ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അടിയിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ആരൊക്കെ അറിയാൻ നോക്കട്ടെ. അപ്പോൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. പ്രൊഡക്ഷൻ ടാക്സിന്റെ മറ്റൊരു എക്സാമ്പിൾ കൂടിയാണ് എന്ത്, ലാൻഡ് ടാക്സ് എന്ന് പറയുന്നത്. അല്ലേ, ലാൻഡിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ആ ലാൻഡിന്റെ എത്ര ഏക്കർ ലാൻഡിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. നമ്മൾ അവിടെ കൃഷി ചെയ്താലും അവിടെ പ്രൊഡക്ഷൻ നടത്തിയാലും പ്രൊഡക്ഷൻ നടത്തിയിട്ടില്ലെങ്കിലും അത് വെറുതെ ഇട്ടാലും നമ്മൾ എന്ത് ചെയ്യണം, ആ ലാൻഡിന്റെ എത്ര ഏക്കർ ലാൻഡ് ഉണ്ടോ അല്ലെ എത്ര സെന്റ് ഭൂമി ഉണ്ടോ ആ ഭൂമിക്ക് എന്ത് ചെയ്യണം, നമ്മൾ നിശ്ചിതമായ തുക ടാക്സ് ആയിട്ട് അടയ്ക്കണം. അതിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അതിൽ പ്രൊഡക്ഷനുമായിട്ട് എന്തല്ല, ബന്ധമില്ല. ആ ലാൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. അതിനകത്ത് എത്ര പ്രൊഡക്ഷൻ നടത്തിയാലും ശരി, ഒരു പ്രൊഡക്ഷൻ നടത്തിയില്ലെങ്കിലും ശരി, ടാക്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇത്തരത്തിലുള്ള ടാക്സുകളെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ടാക്സ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ഷൻ സബ്സിഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനു മുമ്പ് നിങ്ങൾക്ക് സബ്സിഡി എന്താണെന്നറിയോ? സബ്സിഡി എന്ന് പറയുന്നത് എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. നമ്മൾ ഈ റേഷൻ കടയിലൊക്കെ അല്ലേ നമ്മൾ സബ്സിഡിക്ക് അരി മേടിക്കുക എന്ന് പറയാറില്ലേ? എന്താണ് ഈ സബ്സിഡിക്ക് അരി മേടിക്കുക എന്ന് പറയുന്നത്? അതായത് അരി ഇപ്പം റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സബ്സിഡിക്ക് നമുക്ക് 5 രൂപയ്ക്കും 2 രൂപയ്ക്കൊക്കെ അരി കിട്ടും. അതിന്റെ അർത്ഥം ഈ സബ്സിഡിയിൽ അരി കിട്ടുന്ന ശരിക്കും അരിയുടെ വില 2 രൂപ എന്നുള്ളതാണോ? അല്ലല്ലോ. മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1 കിലോ അരിക്ക് 50 രൂപ 55 രൂപ അല്ലെ 60 രൂപയൊക്കെയാണ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 കിലോ അരിക്ക് നമ്മൾ കൊടുക്കേണ്ട വില. പക്ഷെ റേഷൻ കടയിൽ നമുക്ക് കുറച്ച് സൗജന്യമായിട്ട് അരി കിട്ടും, അല്ലെങ്കിൽ ഒരു 2 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1 കിലോ അരി കിട്ടും. അപ്പൊ ബാക്കിയുള്ള പൈസ എന്ന് പറയുന്നത് എവിടെ പോയി? ആക്ച്വലി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന്റെ പാർട്ടിൽ നിന്ന് ആ പൈസ കൊടുക്കുന്നു. അതായത് ഗവൺമെന്റ് മാർക്കറ്റിൽ വില എത്രയാണ്, 55 രൂപയാണ് എന്നുണ്ടെങ്കിൽ 55 രൂപയ്ക്ക് ആ അരി മേടിക്കുന്നു. ആ അരി മേടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഗവൺമെന്റ് ഫ്രീ ആയിട്ട് തരികയാണ്. അതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾ കൊടുക്കേണ്ട പൈസ ആര് കൊടുത്തു, നിങ്ങൾക്ക് പകരം ഗവൺമെന്റ് കൊടുത്തു. ഇങ്ങനെ നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സബ്സിഡി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ്. ഇനി ഞാൻ പറയാം എന്താണ് പ്രൊഡക്ഷൻ സബ്സിഡി എന്തായിരിക്കും. പ്രൊഡക്ഷൻ ടാക്സ് എന്താ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പ്രൊഡക്ഷൻ സബ്സിഡി എന്ന് പറയുന്നത് അല്ലെ. പ്രൊഡക്ഷൻ സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് പ്രൊഡക്ഷനിൽ വ്യത്യാസമില്ലാതെ ഇരിക്കുന്ന സബ്സിഡികളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൊഡക്ഷൻ സബ്സിഡി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി സബ്സിഡി.
അതായത് നമ്മൾ ഈ വൈദ്യുതിക്ക് പല സ്ഥലങ്ങളിൽ പ്രത്യേക തരം ബിസിനസ്സിന് ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷനുള്ള ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണെങ്കിൽ അവിടെ എന്തുണ്ട്, ചെറിയ രീതിയിലുള്ള ചാർജിനുള്ള സബ്സിഡി ഉണ്ട്. അതായത് മറ്റുള്ളതിന് കൊടുക്കുന്ന റേറ്റിന് അതേ റേറ്റിനായിരിക്കില്ല ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്ന കറണ്ടിന്റെ പൈസ എന്ന് പറയുന്നത്. അപ്പൊ അതിനർത്ഥം അവിടെ എന്താണ്, അവിടെ ഒരു സബ്സിഡി കൊടുക്കുന്നുണ്ട് അല്ലെ. നോർമലുള്ള ആളുകൾക്ക് 8 രൂപയാണ് പെർ യൂണിറ്റ് എങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഉള്ള ആളുകൾക്ക് എന്താണ്, അത് 6 രൂപയായി മാറും. അത് 1000 യൂണിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും 6 രൂപയായിരിക്കും. അതല്ല, ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിലും അതിന്റെ കോസ്റ്റ് എത്ര തന്നെയായിരിക്കും, 6 രൂപ തന്നെയായിരിക്കും. അതായത് ടാക്സ് എന്ത് ചെയ്യുന്നില്ല, ഈ പ്രൊഡക്ഷൻ അനുസരിച്ച് പ്രൊഡക്ഷൻ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, സബ്സിഡി കൂടുന്നില്ല. അങ്ങനെയുള്ള സബ്സിഡികളാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, പ്രൊഡക്ഷൻ സബ്സിഡി എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് ടാക്സും പ്രൊഡക്റ്റ് സബ്സിഡി എന്തായിരിക്കും, ഞാൻ രണ്ടാമത് പറഞ്ഞ സാധനമാണ് പ്രൊഡക്റ്റ് ടാക്സും പ്രൊഡക്റ്റ് സബ്സിഡിയും. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് ടാക്സും പ്രൊഡക്റ്റ് സബ്സിഡി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷനിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൊഡക്റ്റ് ടാക്സ് എന്ന് വിളിക്കുക. അതായത് ഇവിടെ എന്താണ്, വോളിയം ഓഫ് പ്രൊഡക്ഷനുമായിട്ട് ടാക്സിന് ബന്ധമുണ്ട്. എങ്ങനെയാണ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ടാക്സുമായി ബന്ധപ്പെടുക, അതായത് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നോ അത്രയും കൂടുതൽ ടാക്സ് കൊടുക്കണം. ഒരു എക്സാമ്പിൾ പറയാവോ, GST എങ്ങനെയാണ്, ഒരു പ്രൊഡക്റ്റിന്റെ GST 5 രൂപയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5% എന്നുണ്ടെങ്കിൽ, അത് ഒരു പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ പ്രൊഡക്റ്റിന്റെ വില ഇപ്പൊ 10 രൂപയാണ്, 10 രൂപയുടെ 5% കൊടുക്കണം. ഇതേപോലെ 2 പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 2 പ്രൊഡക്റ്റിന്റെയും 5% കൊടുക്കണം. അതല്ലാതെ എന്തല്ല, കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ടാക്സ് അല്ല വരുന്നത് അല്ലെ. അപ്പം പ്രൊഡക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് വോളിയം ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെടുന്നത്. നമ്മൾ കൊടുക്കുന്ന GST ഒക്കെ എന്താണ്, ഒരു പ്രൊഡക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ ആണ്. എത്ര യൂണിറ്റ് നമ്മൾ മേടിക്കുന്നോ, അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉണ്ടാക്കുന്നോ, ഓരോ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നു, ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ ഇവിടെ എന്താണ്, ടാക്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. വോളിയം ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ടാക്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൊഡക്റ്റ് ടാക്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം എന്താണ് പ്രൊഡക്റ്റ് സബ്സിഡി എന്നുള്ളത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ പ്രൊഡക്റ്റ് സബ്സിഡി എന്നുള്ളത് അല്ലെ. പ്രൊഡക്റ്റ് സബ്സിഡി എന്താണ്, പ്രൊഡക്റ്റ് ടാക്സ് പോലെ തന്നെ ആണ് എന്തും പ്രൊഡക്റ്റ് സബ്സിഡിയും എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഡക്റ്റ് സബ്സിഡി എന്തായിരിക്കും, വോളിയം ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സബ്സിഡിയെ നമുക്ക് എന്ത് വിളിക്കാം, പ്രൊഡക്റ്റ് സബ്സിഡി എന്ന് വിളിക്കാം. അതായത് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നോ ആ യൂണിറ്റ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, സബ്സിഡിയുടെ എമൗണ്ട് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കൊടുക്കുന്ന സബ്സിഡീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൊഡക്റ്റ് സബ്സിഡി എന്ന് വിളിക്കുക. ഓക്കെ, ഇത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമ്മൾ നേരത്തെ പഠിച്ച കോൺസെപ്റ്റിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. നേരത്തെ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് എന്ത് ചെയ്ത്, ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടി അല്ലേ. ഗ്രോസ് വാല്യൂ ആഡഡ് നമ്മൾ എങ്ങനെ കിട്ടുന്നത്, വാല്യൂ ആഡഡ് മെത്തേഡിലൂടെ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് പറയുന്നു, ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നു. അതിന്റെ കൂടെ ഞാൻ എന്ത് കൂട്ടി, അതിന്റെ കൂടെ പ്രൊഡക്ഷൻ ടാക്സ് കൂട്ടി, പ്രൊഡക്ഷൻ സബ്സിഡി കുറച്ചു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, GV അറ്റ് ബേസിക് പ്രൈസ് കിട്ടി. ഇനി GV അറ്റ് ബേസിക് പ്രൈസിൽ നിന്ന് ഞാൻ പ്രൊഡക്റ്റ് ടാക്സ് കൂട്ടി, പ്രൊഡക്റ്റ് സബ്സിഡി കുറച്ചു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഫൈനൽ അറ്റ് GDP. ഈ GDP എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, GDP അറ്റ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് ഇല്ലേ, അത് തന്നെയാണ് ഈ GDP. ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആണ്. ഇതെന്ത് GDP എന്ന് മാത്രം എഴുതുന്നു ഉദ്ദേശിക്കുമ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഫാക്ടർ കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്, FC എന്ന് എന്ത് ചെയ്യും, നമ്മൾ താഴെ എഴുതും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ചോദ്യം ചോദിക്കാം. എന്തിനായിരിക്കും ഇത്രയും കോംപ്ലക്സ് ആയിട്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ആദ്യം ഓരോ സെക്ടറിൽ നിന്നും എത്ര കോൺട്രിബ്യൂഷൻ വരുന്നു എന്നുള്ളത് എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. ഓരോ സെക്ടറിനും എത്ര കോൺട്രിബ്യൂഷൻ വരുന്നു എന്നുള്ളത്, അതായത് അഗ്രികൾച്ചർ സെക്ടർ, സെക്കൻഡറി സെക്ടർ, അതുപോലെ തന്നെ എന്താണ് സർവീസ് സെക്ടറിലുള്ള GDP കോൺട്രിബ്യൂഷൻ കണ്ടെത്തി നമ്മൾ ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിലൂടെ പ്രൊഡക്ഷൻ ടാക്സും പ്രൊഡക്ഷൻ സബ്സിഡിയും എന്ത് ചെയ്തു, കൂട്ടി. അതുപോലെ പ്രൊഡക്ഷൻ ടാക്സ് കൂട്ടി, പ്രൊഡക്ഷൻ സബ്സിഡി കുറച്ചിട്ട് നമ്മൾ ബേസിക് പ്രൈസ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ കൂടെ നമ്മൾ പ്രൊഡക്റ്റ് ടാക്സ് കൂട്ടി, പ്രൊഡക്റ്റ് സബ്സിഡി കുറച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടെത്തുന്നത്. ഇങ്ങനെ വലിയൊരു ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തായിരിക്കും, എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനെ GDP കാൽക്കുലേഷൻ ഈ രീതിയിലേക്ക് മാറ്റാനുള്ള കാരണം? ഇതൊന്ന് കമന്റ് ചെയ്യാവോ താഴെ, എന്തുകൊണ്ടാന്നുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ കിട്ടിയോ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്? ഓക്കെ, ഇങ്ങനെ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മേജർ ആയിട്ടുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്താണ്,
ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ഓരോ സെക്ടറിന്റെയും കോൺട്രിബ്യൂഷൻ എത്രയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്ടറിന്റെ മാത്രം കോൺട്രിബ്യൂഷൻ ആയിരിക്കണം എന്നില്ല, പല സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കാം അല്ലേ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ മേടിക്കുന്ന ലേസ് എന്ന് പറയുന്നത് എന്താ, പൊട്ടറ്റോ ചിപ്സ്. പക്ഷെ പൊട്ടറ്റോ ചിപ്സ് എന്ന് പറയുന്ന ഒരു മാനുഫാക്ചർ ഗുഡ്സ് അല്ലേ? അതെ. പക്ഷെ ആ പൊട്ടറ്റോ ചിപ്സിലേക്ക് ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? പൊട്ടറ്റോ കോൺട്രിബ്യൂട്ട് ചെയ്ത് അഗ്രികൾച്ചർ, മാനുഫാക്ചർ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് അതിനെ ചിപ്സ് ആക്കി പാക്കറ്റ് ആക്കി വെച്ചു, സർവീസ് സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് അതിന്റെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ. അപ്പം ഓരോ സെക്ടറിലും ഒരു പ്രൊഡക്റ്റിൽ നിന്ന് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ട്, അല്ലെ ഓരോ സെക്ടറിന്റെയും ഈക്വൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എവിടെ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു സെക്ടറിൽ നിന്നാണ് നമുക്ക് ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സെക്ടറിൽ നിന്നാണ് ഗ്രോത്ത് കുറഞ്ഞത് എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് സെക്ടറിലാണ് കൂടുതൽ എക്കണോമിയിൽ പ്രോബ്ലം ഉള്ളത് എന്നുള്ളത് ഈസി ആക്കി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ നമ്മൾ ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടെത്തി. ഇനി നമ്മൾ അതിനകത്തേക്ക് എന്ത് ചെയ്തു, ഗ്രോസ് വാല്യൂ ആഡഡ് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നമ്മൾ പ്രൊഡക്ഷൻ ടാക്സും പ്രൊഡക്ഷൻ സബ്സിഡിയും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കണ്ടെത്തി, GV അറ്റ് ബേസിക് പ്രൈസ് ആണ് കണ്ടെത്തിയത്. ഇങ്ങനെ GV അറ്റ് ബേസിക് പ്രൈസ് കണ്ടെത്തുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ്? ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം നിങ്ങൾ ആലോചിക്കുക, ഒരു ഫോറിൻ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു കമ്പനി തുടങ്ങാൻ പോവാണ്. ഓക്കെ, എനിക്കൊരു മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങണം. ഈ മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങുമ്പോൾ എനിക്ക് ഇന്ത്യയിൽ തന്നെ തുടങ്ങണം എന്ന് നിർബന്ധമുണ്ടോ? ലോകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങാവുന്നതല്ലേ ഉള്ളൂ. അത് ഇന്ത്യയിൽ തന്നെ ആവണം എന്നുള്ളതിന് യാതൊരു നിർബന്ധവും അല്ലേ. അപ്പൊ ഞാൻ എന്താ നോക്കുക, എനിക്ക് ഏറ്റവും ഈസിയായി എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന സ്ഥലത്ത് എവിടെയാണോ അവിടെ ആയിരിക്കില്ലേ ഞാൻ കമ്പനി തുടങ്ങുക. നിങ്ങൾ ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം നിങ്ങൾ ഓരോ കമ്പനിയിലെയും അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളിലെയും ടാക്സ് എത്രയാണ്, അല്ലെങ്കിൽ അവിടെ എത്രയും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ഗവൺമെന്റിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കമ്പനി തുടങ്ങാൻ പറ്റുന്ന സ്ഥലം ഏതാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ ദുബായിലൊക്കെ കൂടുതൽ ആളുകൾ പോയിട്ട് കമ്പനി സെറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്, ദുബായിൽ ടാക്സ് ഫ്രീ ആണ്. അപ്പൊ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ വരുമാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വരുമാനം നമുക്ക് കിട്ടും. ഇന്ത്യയിലൊക്കെ എന്താണ്, ടാക്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. പക്ഷെ എന്ത് ചെയ്യുന്ന മറ്റ് പല ഫാക്ടേഴ്സും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല സ്ഥലങ്ങളിലും പല കമ്പനികളും എന്ത് ചെയ്യും, അവരുടെ കമ്പനികൾ തുടങ്ങും. അപ്പം ഒരു കമ്പനി തുടങ്ങാൻ പോകുന്ന ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഡാറ്റ എടുത്ത് നോക്കുമ്പം എനിക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലായി, ഞാൻ കമ്പനി പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും എനിക്ക് എന്ത് ചെയ്യണം, ഈ കോസ്റ്റ് ഞാൻ കൊടുക്കണം. കാരണം എന്താണ്, പ്രൊഡക്ഷൻ ടാക്സും പ്രൊഡക്ഷൻ സബ്സിഡിയും ഇത് വോളിയം ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതല്ല. അതായത് ഞാൻ അവിടെ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ ടാക്സും അതിന്റെ പ്രൊഡക്ഷൻ സബ്സിഡി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടാക്സ് ഞാൻ കൊടുക്കണം. അപ്പോൾ ഒരു കമ്പനി മിനിമം സെറ്റ് ചെയ്യാൻ എത്രത്തോളം എനിക്ക് ചെലവ് വരും എന്നുള്ളത് ഒരു ഇൻവെസ്റ്ററിന് നേരത്തെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത് ഭയങ്കരമായ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യില്ല, അവിടെ ഒരാൾ കമ്പനി തുടങ്ങാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇത് ഭയങ്കര കുറവാണെങ്കിലോ കമ്പനിയിലേക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യും, ആ രാജ്യത്തിലേക്ക് കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം വളരെ ഈസി ആയിട്ട് എവിടെയാണ് ഈ മിനിമം കോസ്റ്റ് ആയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ടാക്സിനെ പിന്നീട് കൂട്ടുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഫാക്ടറിയിൽ വരുന്ന കോസ്റ്റ്. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ വരുന്ന പ്രൈസ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലായി, ഈ ഫാക്ടറി കോസ്റ്റ് 100 രൂപയാണെന്ന് വിചാരിക്കുക, ഇത് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആയപ്പോഴേക്കും അത് 150 രൂപയായി എന്ന് വിചാരിക്കുക. ഇതിനർത്ഥം എന്താണ്, ഇവിടെ ഒരു പ്രൊഡക്റ്റിന്റെ വില ഉണ്ടാക്കാൻ 100 രൂപ ആയിട്ടുള്ളൂ, പക്ഷെ അത് മാർക്കറ്റിൽ എത്തിയപ്പോൾ 150 രൂപ ആയിട്ടുണ്ടെങ്കിൽ ഈ 50 രൂപ എന്താണ്, ഈ ഗവൺമെന്റിന്റെ ടാക്സ് ആണ് വരുന്നത്. അതായത് 100 രൂപയ്ക്ക് ഉണ്ടാക്കിയ ഒരു സാധനം 150 രൂപയായി മാറുന്നു. അപ്പൊ GDPയിൽ ഗ്രോത്ത് വരുന്നത് എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ്, കൂടുതൽ ടാക്സ് മേടിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ രാജ്യത്ത് കൂടുതൽ ടാക്സ് ഉള്ളത് ഉണ്ടോ, അല്ലെ ഒരു രാജ്യത്ത് കൂടുതൽ ടാക്സ് കൂടുതലായിട്ട് കളക്ട് ചെയ്യുന്നുണ്ടോ, അതോ ടാക്സ് കുറവായിട്ടാണോ കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് GDP കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് എന്ത് ചെയ്യുക, പുറകോട്ട് വീഡിയോ അടിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് റിയൽ GDP എന്താണെന്നുള്ളതും നോമിനൽ GDP എന്താണെന്നുള്ള കോൺസെപ്റ്റുകളാണ്. ഈ GDP കാൽക്കുലേഷന്റെ പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ GDP കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് 2 പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നോമിനൽ പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ റിയൽ പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് ഈ നോമിനൽ പ്രൈസും റിയൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി GDP കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം.
നോമിനൽ ജി ഡി പി ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം, റിയൽ ജി ഡി പി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് നോമിനൽ ജി ഡി പി എന്നുള്ളതും എന്താണ് റിയൽ ജി ഡി പി എന്നുള്ളതും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക, നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോ വർഷത്തും എത്ര പ്രൊഡക്ഷൻ ഉണ്ടായി എന്നുള്ളതല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് എത്ര ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, അതിന്റെ വില എത്രയാണ് എന്ന് ഗുണിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ വാല്യൂ കണ്ടെത്തുന്നത്. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 2020 ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒനിയൻ മാത്രമാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഒനിയന്റെ മാത്രം പ്രൊഡക്ഷനേ ഉള്ളൂ എന്ന് വിചാരിക്കുക. 2020 10 കിലോ എന്ത് ചെയ്തിട്ടുണ്ട്, ഒനിയൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ 2020 ഒനിയന്റെ പ്രൈസ് എത്രയായിരുന്നു എന്ന് പറയുന്നത് 12 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജി ഡി പി എത്രയായിരിക്കും? 10 × 12 120 രൂപയായിരിക്കും നമ്മുടെ ജി ഡി പി എന്ന് പറയുന്നത്, അല്ലേ? 2021 ആയപ്പം ഈ ഒനിയന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ഉള്ളിയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 10 കിലോ തന്നെയാണെന്ന് വിചാരിക്കുക. പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നില്ല, മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തു, ഉള്ളിയുടെ വില കൂടി കഴിഞ്ഞപ്പം 2021 വില എന്ന് പറയുന്നത് 14 രൂപയായി. അപ്പൊ ജി ഡി പി എത്രയായി? 10 × 14 140 രൂപയായി. 2022 എത്തിയപ്പോഴേക്കും ഉള്ളിയുടെ പ്രൊഡക്ഷനിൽ യാതൊരു മാറ്റവും വന്നില്ല, 10 രൂപ തന്നെ മാറ്റം വന്നുള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷേ പ്രൈസ് എന്തായി? 16 രൂപയായി കൂടി എന്ന് വിചാരിക്കുക. ഉള്ളിയുടെ വില എത്രയായി? 160 രൂപയായി എന്ന് വിചാരിക്കുക. അപ്പൊ ഇതെന്താണ്? നമ്മുടെ ജി ഡി പി ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇനിയിപ്പം നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2020 നമ്മുടെ ജി ഡി പി എത്രയാണ്? 120 രൂപ. 2021 നമ്മുടെ ജി ഡി പി എന്ന് പറയുന്നത് 140 രൂപ. 2021 നമ്മുടെ ജി ഡി പി എന്ന് പറയുന്നത് 160 രൂപയായി മാറി. അപ്പം ഒരാൾ ഇനി നോക്കുകയാണ്, നമുക്ക് ഇന്ത്യയിൽ ജി ഡി പി ഗ്രോത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊളിറ്റീഷ്യൻസ് പറയും എന്താണ്, 2020 നിന്ന് 2021 പോകുമ്പം 120 രൂപ ഉണ്ടായിരുന്ന ജി ഡി പി 160 രൂപയായി മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. വാദം ശരിയല്ലേ? തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താണ്? ജി ഡി പി എന്ന് പറയുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഇൻറ്റു അതിന്റെ പ്രൈസ് ആണല്ലോ, അതിന്റെ വാല്യൂ, മണി വാല്യൂ ആണല്ലോ. അപ്പൊ 120 ആണ്, കറക്റ്റ് ആണ്. 140 ആണ്, കറക്റ്റ് ആണ്. 160 ആണ്. പക്ഷെ ഇത്തരത്തിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ജി ഡി പി കൂടുന്നുണ്ട്, ജി ഡി പിയുടെ വാല്യൂ കൂടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്തിട്ടില്ല, കൂടിയിട്ടില്ല. അതായത് എക്കണോമിയിൽ പ്രൊഡക്ഷൻ കൂടുതൽ സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? പ്രൈസിൽ മാറ്റം വന്നതുകൊണ്ട് മാത്രം ജി ഡി പി ഇങ്ങനെ കൂടി വരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ കൂടുതൽ സംഭവിച്ചാൽ മാത്രമല്ലേ കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ ആളുകൾക്ക് പണി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യില്ല, എംപ്ലോയ്മെന്റ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ എന്താണില്ല, ആക്ച്വലായിട്ട് ഇവിടെ എന്തില്ല, ഗ്രോത്ത് ഇല്ല. പക്ഷേ കണക്ക് നോക്കുമ്പോൾ എന്തുണ്ട്, ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെ പ്രൈസ് കൂടി വരുന്നുണ്ട്. അപ്പം എന്താണ് ഇങ്ങനെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിനെ നമുക്ക് എന്ത് വിളിക്കാം? നോമിനൽ ജി ഡി പി എന്ന് വിളിക്കാം. ഓക്കെ, നോമിനൽ ജി ഡി പി. ഇനി എന്താണ് നോമിനൽ ജി ഡി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്തപ്പം നമ്മൾ ഉപയോഗിച്ച പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? കറന്റ് പ്രൈസ്. ആ വർഷത്തെ പ്രൈസ് എത്രയാണോ ആ വർഷത്തെ പ്രൈസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കറന്റ് പ്രൈസ് എന്ന് വിളിക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പം ഏതാണോ വർഷം, ഇപ്പൊ 2024 ആണെങ്കിൽ 2024 ജി ഡി പി നോമിനൽ ജി ഡി പി ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് എത്ര കിലോ അല്ലെങ്കിൽ ഈ വർഷം എത്ര കിലോ ഒനിയൻ പ്രൊഡ്യൂസ് ചെയ്തു, ഈ വർഷത്തെ ഒനിയന്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ വർഷത്തെ ജി ഡി പിയുടെ കാൽക്കുലേഷൻ കാണുക. അപ്പം ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഇങ്ങനെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രസന്റ് പ്രൈസ് അല്ലെങ്കിൽ ഇപ്പം മാർക്കറ്റിൽ എന്താണോ പ്രൈസ് ആ പ്രൈസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോമിനൽ ജി ഡി പി എന്ന് വിളിക്കുക. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇങ്ങനെ ഇവിടെ പ്രൈസ് കൂടി 12 രൂപ എന്നുള്ളത് 14 രൂപയായി, 14 രൂപ എന്ന് പറയുന്നത് 16 രൂപയായി. പക്ഷെ എന്ത് സംഭവിച്ചിട്ടില്ല? ഒനിയനിൽ യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല, അല്ലെ? ഒനിയന്റെ ക്വാണ്ടിറ്റിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ഒനിയൻ തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കൂടി വരുന്നു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പ്രൈസ് കൂടാനുള്ള കാരണം? എക്കണോമിയിൽ ഇങ്ങനെ പ്രൈസ് കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. എക്കണോമിയിൽ ഇങ്ങനെ പ്രൈസ് കൂടുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പണപ്പെരുപ്പം അല്ലെങ്കിൽ എന്താണ്, സാധനങ്ങളുടെ വില മൊത്തത്തിൽ കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. അപ്പം ഇങ്ങനെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോമിനൽ ജി ഡി പി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി. എന്താണ് അവിടെ പ്രൈസ് മാത്രമാണ് കൂടുന്നത്. പ്രൈസ് കൂടാനുള്ള കാരണം എന്താണ്? ഇൻഫ്ലേഷൻ ആണ്. അപ്പം ഞാൻ ഇനി ചോദിക്കട്ടെ, അപ്പൊ നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ എന്ത് ജി ഡി പി ആയിരിക്കും? ജി ഡി പി വിച്ച് ഇൻക്ലൂഡ്സ് ഇൻഫ്ലേഷൻ. ആ വർഷത്തെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ
ഇൻഫ്ലേഷന്റെ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാത്ത GDP-നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോമിനൽ GDP എന്ന് വിളിക്കുക. ഒരു പ്രൈസിൽ നമ്മൾ അതിന്റെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? നോമിനൽ GDP എന്ന് വിളിക്കും. അതിൽ നമ്മൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുന്നതിന് GDP-നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിയൽ GDP എന്ന് വിളിക്കുക. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കിനി നോക്കാം. നമുക്ക് നേരത്തെ അതേ എക്സാമ്പിൾ തന്നെ എടുക്കാം. 2020, 2021, 2022 എന്ന് പറയുന്ന 3 വർഷങ്ങൾ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇനി റിയൽ GDP ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തെ പ്രൈസിനെ നമ്മളൊരു കോൺസ്റ്റന്റ് പ്രൈസ് ആക്കി എടുക്കും, അല്ലെങ്കിൽ ആ പ്രൈസിനെ നമ്മൾ ബേസ് പ്രൈസ് ആയിട്ട് എടുക്കും. ഇവിടെ ഞാൻ 2020 പ്രൈസിനെ കോൺസ്റ്റന്റ് പ്രൈസ് ആക്കി എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒനിയൻ തന്നെയാണ് ഇവിടെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു? 10 കിലോ ഒനിയൻ എല്ലായിടത്തും നിന്നാണ് നേരത്തെ പോലെ തന്നെ 10 കിലോ തന്നെയാണ് പ്രൊഡക്ഷൻ നടത്തിയത്. പ്രൈസ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടുത്തെ 2020 പ്രൈസ് എന്ന് പറയുന്നത് 12 രൂപയായിരുന്നു അല്ലേ? ഈ 12 രൂപേനെ ഞാൻ എന്ത് ചെയ്യാണ്? ഇനി ഞാൻ ഈ പ്രൈസിനെ ഒരു കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനെ ഞാനൊരു ബേസ് പ്രൈസ് ആക്കി എടുക്കുകയാണ്. ബേസ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്യും. ഈ ഒരു വർഷത്തെ പ്രൈസ് എന്ത് ചെയ്യും? ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി വരുന്ന എല്ലാ പ്രൊഡക്ഷന്റെയും പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വർഷത്തെ പ്രൈസ് അല്ല, പകരം ആ ബേസ് ഇയറിൽ നമ്മൾ എടുത്തിട്ടുള്ള പ്രൈസ് ഇല്ലേ, ആ പ്രൈസിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? GDP കാൽക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? GDP അല്ലെങ്കിൽ റിയൽ GDP എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ഇനി 2021 നേരത്തെ പ്രൈസ് എത്രയായിരുന്നു? 14 രൂപയായിരുന്നു. പക്ഷെ ഇവിടെ എത്ര തന്നെ നമ്മൾ എടുക്കുള്ളൂ? 12 രൂപ. 2022 നമ്മളുടെ നേരത്തെ എക്സാമ്പിൾ പ്രകാരം GDP-ന്റെ പ്രൈസ് എത്രയായിരുന്നു? 14 രൂപ. പക്ഷെ നമ്മൾ എത്ര തന്നെ എടുക്കുള്ളൂ? 14 രൂപയായിരുന്നു, പക്ഷെ നമ്മൾ എത്ര എടുക്കുള്ളൂ? 12 രൂപ തന്നെ നമ്മൾ എടുക്കുള്ളൂ. സോ സ്വാഭാവികമായിട്ട് ഇനി നിങ്ങൾ നോക്കിക്കേ, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ GDP എത്രയാണ്? എല്ലാ വർഷവും 120 ആണ്. അതായത് ആക്ച്വൽ ആയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? GDP മാറിയിട്ടില്ല. അപ്പൊ ഈ GDP-നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? GDP അല്ലെങ്കിൽ റിയൽ GDP എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഇങ്ങനെ ഇൻഫ്ലേഷൻ ഇവിടെ എന്താണ് മാറ്റം വരുത്തിയിരിക്കുന്നത്? ഇവിടെ പ്രൈസിനെ കോൺസ്റ്റന്റ് ആക്കി എടുത്തു. ഈ കൂടി വന്ന പ്രൈസിന് എന്ത് ചെയ്തില്ല? കൺസിഡർ ചെയ്തില്ല. ക്വാണ്ടിറ്റി മാത്രം വ്യത്യാസം വന്നാലേ ഇനി എന്ത് ചെയ്യുള്ളൂ? GDP-യിൽ വ്യത്യാസം വരുള്ളൂ. നേരെ മറിച്ച് ഇനി നോക്കിക്കേ, ഇനി 20 ഇവിടെ 20 കിലോയാണ് പ്രൊഡക്ഷൻ എങ്കിൽ ഇതെന്തായി മാറി? ഇവിടെ 220 ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ പ്രൊഡക്ഷൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, റിയൽ GDP-യിൽ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ മാറിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? GDP കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അതായത് പ്രൈസ് ജസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻക്രീസ്ഡ് പ്രൈസിന്റെ റിഫ്ലക്ഷൻ എവിടെ വരില്ല? റിയൽ GDP വരില്ല. അതിന്റെ അർത്ഥം എന്താണ്? റിയൽ GDP എന്ന് പറയുന്നത് ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരുന്ന GDP-നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിയൽ GDP എന്ന് വിളിക്കുന്നത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം, ഒന്നുകൂടി നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോമിനൽ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? GDP കാൽക്കുലേറ്റഡ് അറ്റ് ദ കറന്റ് പ്രൈസ്. അതായത് ഈ വർഷത്തെ പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന GDP-നെയാണ് നമ്മൾ GDP അല്ലെങ്കിൽ നോമിനൽ GDP എന്ന് വിളിക്കുന്നത്. അതിന് കറന്റ് പ്രൈസസ് ആർ ദി മാർക്കറ്റ് പ്രൈസ്. അതായത് ഇപ്പം എത്രയാണോ മാർക്കറ്റിൽ വില, അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? നോമിനൽ GDP എന്ന് വിളിക്കുന്നു. ഇനി റിയൽ GDP എന്ന് പറയുന്നത് എന്താണ്? റിയൽ GDP കാൽക്കുലേറ്റഡ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രൈസ് ഓർ എ ബേസ് പ്രൈസ്. എന്താണ്? പ്രൈസ് ഒന്നെങ്കിൽ എന്ത് ചെയ്ത് വെക്കും? കോൺസ്റ്റന്റ് ആക്കി വെക്കും, അല്ലെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്. കോൺസ്റ്റന്റ് പ്രൈസ് അല്ലെങ്കിൽ ബേസ് പ്രൈസ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ആ പ്രൈസിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ വർഷത്തെയും ഗുഡ്സ് എത്ര വിറ്റു അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ റിയൽ GDP എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഈ നോമിനൽ GDP-യും റിയൽ GDP-യും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? അതായത് നോമിനൽ GDP എന്ന് പറഞ്ഞാൽ കറന്റ് പ്രൈസിലുള്ള GDP, റിയൽ GDP എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളൊരു ബേസ് ഇയർ ആക്കി എടുത്തിട്ടുള്ള പൈസയുടെ GDP. ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എന്തായിരിക്കും പൊതുവെ? ഇതെന്താണ്? റിയൽ GDP എന്ന് പറഞ്ഞാൽ പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വെച്ചു, നോമിനൽ GDP എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് പോകുന്നു. അതായത് റിയൽ GDP-യിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഇൻക്രീസ് ചെയ്യുന്ന പ്രൈസിനെ പറ്റി കൺസിഡർ ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം എന്തായിരിക്കും? റിയൽ GDP-യും നോമിനൽ GDP-യും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലേഷൻ. ഈ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. ഇനി അങ്ങോട്ട് എക്കണോമിക്സിന്റെ എവിടെ അല്ലെങ്കിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് എവിടെ നിങ്ങൾ നോമിനൽ എന്ന് കണ്ടാലും റിയൽ എന്ന് കണ്ടാലും നിങ്ങൾ ഈ കാര്യം ഓർക്കണം. നോമിനൽ എന്ന് എവിടെ കണ്ടു കഴിഞ്ഞാലും നോമിനൽ എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്താണ്? അതിനകത്ത് ഇൻഫ്ലേഷൻ ഇൻക്ലൂഡഡ് ആണ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? കുറച്ചിട്ടില്ല. ഇൻഫ്ലേഷൻ അടക്കമുള്ള ഒരു പ്രൈസ് ആണ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ് ഈ നോമിനൽ എന്ന് പറയുന്നത്. റിയൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അതിൽ നിന്ന് ഇൻഫ്ലേഷൻ കുറച്ചിട്ടുണ്ടാവും. ഇത് ഇനി നമ്മൾ ഇനി എന്ത് ചെയ്യും? പുതിയ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും അവിടെ നമ്മൾ നോമിനൽ റിയൽ എന്നൊക്കെ കേൾക്കും.
അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരില്ല എന്താണ് നോമിനൽ എന്നും റിയൽ എന്നൊന്നും ഞാൻ പറഞ്ഞു തരില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്താണ് നോമിനൽ ഇനി അങ്ങോട്ട് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും എന്താണ് അത് അതിനകത്ത് ഇൻഫ്ലേഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കും. റിയലിന് എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിനകത്ത് ഇൻഫ്ലേഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ദർ ആർ നോമിനൽ ഇൻട്രസ്റ്റും റിയൽ ഇൻട്രസ്റ്റും. നിങ്ങൾ ബാങ്കിൽ ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവർ പറയും നോമിനൽ ഇൻട്രസ്റ്റ് ഇത്രയാണ്. നോമിനൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൃത്യമായി ആ വർഷത്തെ ഇൻഫ്ലേഷൻ അതിനകത്ത് കൂട്ടിയിട്ടുണ്ടാവും. ഓക്കെ, റിയൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്ത് ഇൻഫ്ലേഷൻ കുറച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പം നോമിനൽ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാത്ത GDP നമ്മൾ എന്ത് വിളിക്കുന്നത്? നോമിനൽ GDP എന്ന് പറയുന്നത്. ഇനി റിയൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത GDP നമ്മൾ എന്ത് ചെയ്യുന്നത്? റിയൽ GDP എന്ന് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇനി നമുക്ക് പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കാം. അതാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞത്. GDP ഡിഫ്ലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ടോട്ടൽ എത്ര ഇൻഫ്ലേഷൻ ഉണ്ട് എന്ന് കണ്ടെത്താൻ പറ്റുന്ന ടൂളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? GDP ഡിഫ്ലേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡിഫ്ലേറ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആ രാജ്യത്തെ ഒരു വർഷത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ എത്രത്തോളം ഇൻഫ്ലേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ്. എത്ര പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ ആണ് ആ രാജ്യത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ടൂളാണ് എന്ത് പറയുന്നത്? GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞേ, നോമിനൽ GDP എന്ന് പറഞ്ഞ ഇൻഫ്ലേഷൻ അടങ്ങിയത്, റിയൽ GDP എന്ന് പറഞ്ഞ ഇൻഫ്ലേഷൻ ഇല്ലാത്തത്. ഇത് രണ്ടും കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ GDP ഡിഫ്ലേറ്ററിൽ ടോട്ടൽ എത്ര ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ പെർസെന്റേജ് നോക്കിയാൽ പോരെ. അപ്പൊ അതിന്റെ ഇക്വേഷൻ വരുന്നത് എന്താണ്? GDP ഡിഫ്ലേറ്റർ ആണെങ്കിൽ നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100 എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണോ കിട്ടുന്നത് അത്രയായിരിക്കും നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മുടെ GDP അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ എക്കണോമിയിൽ എത്ര പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം? GDP ഡിഫ്ലേറ്റർ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ GDP ഡിഫ്ലേറ്റർ അല്ലെങ്കിൽ ഓൾസോ ഇംപ്ലിസിറ്റ് പ്രൈസ് ഡിഫ്ലേറ്റർ എന്ന് ഇതിനെ വിളിക്കും. ഈസ് എ മെഷർ ഓഫ് ഇൻഫ്ലേഷൻ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് എക്കണോമി പ്രൊഡ്യൂസ് in a particular year at current price that to price that prevailed in the base year. അതായത് എന്താണ്? നോമിനൽ GDP ആ വർഷത്തെ പ്രൈസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത GDP. അതെ, അതാണ് നോമിനൽ GDP അല്ലേ? ആ നോമിനൽ GDP-നെ നിന്ന് എന്ത് ചെയ്യണം? അതിനെ റിയൽ GDP ആയിട്ട് അല്ലെങ്കിൽ ബേസ് പ്രൈസ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത റിയൽ GDP ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്ത് അതിനെ 100 നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പെർസെൻറ്റേജ് കിട്ടും. മാത്സ് അറിയുന്നവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട, പക്ഷെ നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക. നോമിനലും റിയലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇൻഫ്ലേഷൻ. ഇനി എന്താണ് അതിന്റെ പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? അതാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. GDP ഡിഫ്ലേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, ടോട്ടൽ എക്കണോമിയിലുള്ള ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GDP ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇനിയും ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ പഠിക്കും ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്ന സമയത്ത്. പക്ഷെ തൽക്കാലം എന്ത് മനസ്സിലാക്കി വെക്കുക? എന്താണ് GDP ഡിഫ്ലേറ്റർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻഫ്ലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിനെയാണ് നമ്മൾ GDP ഡിഫ്ലേറ്റർ എന്ന് വിളിക്കുന്നത്. ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? സോ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകളാണ് എന്തെന്ന് പറയുന്നത്? GDP ഡിഫ്ലേറ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചു, റിയൽ GDP എന്താണെന്ന് നമ്മൾ പഠിച്ചു, നോമിനൽ GDP എന്താണെന്ന് പഠിച്ചു, റിയലും നോമിനലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് GVA കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇത് 2015 മുതൽ നമ്മൾ എന്താണ് മേജറായിട്ട് നമ്മുടെ എക്കണോമി GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന GVA എന്ന് പറയുന്ന മെത്തേഡിലാണ്. അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് നമ്മൾ പഠിച്ച മെത്തേഡ്, അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡില്ല. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതിന്റെ പല നെയിമുകളാണ് ഇത് കേട്ടോ. അപ്പൊ തമ്മിൽ മാറിപ്പോകരുത്. ആ ഒരു മെത്തേഡിലാണ് 2015 ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? GDP മെയിൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ ഇൻകം മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. നമ്മൾ ഇതിലെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊരു മെഷറായിട്ട് നമ്മൾ കമ്പാരിസണിന് വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന എന്താണ്? GDP എന്തിന്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? GDP-യുടെ പ്രൊഡക്റ്റ് മെത്തേഡിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്, അതിനെയാണ് നമ്മൾ GVA എന്ന് പറയുന്നത്. ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ ഇത്രയും ഭാഗങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് വേണം ഇനി മുന്നത്തായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്